സ്പോർട് മീഡിയ ചാനലിന്റെ ഈ ദിവസത്തെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. സ്പോർട് മീഡിയയുടെ സ്പോർട് കിസിന്റെ ഈ ദിവസത്തെ അധ്യായം ഞങ്ങൾ ചിത്രീകരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കുടിക്കുമട്ട എന്ന് പറയുന്ന ഓട്ടോ സ്റ്റാൻഡിൽ നിന്നാണ്. ആ ഓട്ടോ ചേട്ടന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്താ? മനോജ്. ചേട്ടന്റെ പേര്? മഹേഷ്. മഹേഷ് ചേട്ടൻ ഒരുപാട് വർഷമായി ഇവിടെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വന്നിട്ട്? ഒരു 20 വർഷം. 20 വർഷമായി. നിങ്ങള്? 17 വർഷമായി. രണ്ടുപേരും സ്ഥലം ഇവിടെ തന്നെയാണ്? ഇവിടെ തന്നെയാണ്. എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഈ ഓട്ടോ ജീവിതമൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നു. ഇന്ന് കർക്കിടകവാവാണ്. കർക്കിടകവാവായ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഓട്ടോ ഒക്കെ കിട്ടിയോ? എന്നാലും ബുദ്ധിമുട്ടില്ലാതെ കുടുംബം അങ്ങനെ കഴിഞ്ഞു പോകുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട് മകേഷാട്ടിന്റെ? എന്താ മക്കൾ എന്തൊക്കെ ചെയ്യുന്നത്? പേരെന്താ പഠിക്കുന്നത്? മയൂക. അപ്പോ സ്കൂളിൽ കുട്ടികളോട് പറയണം, മയൂകയോടൊക്കെ പറയണം, നിങ്ങളുടെ ഈ പ്രോഗ്രാം ഒന്ന് കാണുവാനും. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ മത്സര പരിപാടി നമ്മൾ ആരംഭിക്കുന്നത്. അറിവുകൾ പരസ്പരം പങ്കുവെക്കുന്ന ഒരു മത്സരയാത്രയാണ് സ്പോർട് കിസ് എന്ന് പറയുന്ന ഈ പരിപാടി. 3 ചോദ്യങ്ങൾ, വളരെ ലളിതമായ 3 ചോദ്യങ്ങൾ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കും. 3 ചോദ്യങ്ങൾക്കും നിങ്ങൾ ചിരിച്ചുകൊണ്ട് വളരെ കാമൻ കൂളായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന നല്ലൊരു സമ്മാനമാണ്. അപ്പൊ ചോദ്യത്തിലേക്ക് ഞാൻ പോകട്ടെ. വളരെ എളുപ്പമുള്ള 3 ചോദ്യങ്ങൾ. സാധാരണ ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ കാണാം, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നോക്കിക്കൊണ്ടോ, കൈവെള്ളിയിൽ എഴുതി വെച്ചുകൊണ്ടോ, അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിട്ടോ ഒന്നുമല്ല, എക്സംബർ ആയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചോദ്യം, നിങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്, ഓട്ടോ ഡ്രൈവർമാരാണ്. അതുകൊണ്ട് ഓട്ടോയുമായി ബന്ധപ്പെട്ട് തന്നെ ആദ്യം ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ആ ഒരു ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓട്ടോറിക്ഷ ഇറക്കിയ കമ്പനി ഏതാണ് എന്നാണ് എൻ്റെ ആദ്യം ചോദ്യം. ഏത് കമ്പനിയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഓട്ടോറിക്ഷ ഇറക്കിയത്? മത്സരാർത്ഥി എന്ന് പറയുന്നത് ചേട്ടന്റെ പേരെയാന്ന് പറഞ്ഞത് മനോജ്. മനോജ് ചേട്ടനാണ് ഉത്തരം പറയേണ്ടത്. ഞാൻ പറയുന്ന ഉത്തരം ഓക്കെ ആണെങ്കിൽ പറയാം. ബജാജ് എന്ന് ഓട്ടോ ചേട്ടന്മാർ പറഞ്ഞ ഉത്തരം പൂർണ്ണമായിട്ടും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർക്കിടകവാവാണ്. വാവായതുകൊണ്ട് മഴയുടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് നമ്മുടെ ഒരു കടയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഫിക്സ് പ്രോ മൊബൈൽസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിന്റെ മുന്നിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ 2 ചോദ്യങ്ങൾ ബാക്കിയാണ്. ആ 2 ചോദ്യങ്ങൾക്ക് ഇതേപോലെ ശരിയായിട്ടുള്ള ഉത്തരമാണ് പറയുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സമ്മാനം താങ്കളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ഓട്ടോ ഓടി തുടങ്ങിയത് ഈ കുടിക്കുമട്ട സ്റ്റാൻഡിലാണോ? രണ്ടുപേരും ഇവിടെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ വരുന്ന സമയത്ത് ഒരുപാട് ഓട്ടോറിക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓട്ടോറിക്ഷ ഓടി തുടങ്ങിയ നഗരം ഏതാണ് എന്നാണ് എൻ്റെ ആദ്യം ചോദ്യം. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് ഈ മാൻമെയ്ഡ് ഓട്ടോറിക്ഷ ഓടി തുടങ്ങുന്നത്? പണ്ടത്തെ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് ആളുകൾ വലിച്ചു കൊണ്ടുവന്ന ഓട്ടോറിക്ഷയുണ്ട്. അതല്ല ചോദിക്കുന്നത്. മാൻമെയ്ഡ് നിങ്ങളിപ്പോൾ പറഞ്ഞ നിങ്ങൾ ഓട്ടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോ ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓടി തുടങ്ങിയ സ്ഥലം, ഇന്ത്യയിലൊരു നഗരത്തിന്റെ പേരാണ് പറയുന്നത്. മുംബൈ. നമ്മുടെ ഈ കുടിക്കുമട്ടയിലെ ചേട്ടന്മാരോട് ഞാൻ രണ്ടാമത് ചോദിച്ച ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓട്ടോറിക്ഷ ഓടി തുടങ്ങിയ നഗരം ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ അവര് വളരെ രണ്ടുപേരും ഒരു സംശയമില്ലാതെ പറഞ്ഞ ഉത്തരം ബോംബെ എന്നാണ്. പക്ഷെ ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അത് ശരിയാണോ തെറ്റാണ് എന്നുള്ളതാണ്. ബോംബെ എന്നുള്ള ഉത്തരവും പൂർണ്ണമായും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻ. ഇനി ഒരു മുംബൈ അല്ലെ 1995 ബോംബെ ചേഞ്ച് ഇൻ ടു മുംബൈ. ബോംബെ എന്ന് പറയുന്ന നഗരം മുംബൈ നഗരമായിട്ട് മാറുന്നത് 95 ഇപ്പൊ കൽക്കത്ത ഇപ്പൊ അറിയപ്പെടുന്നത് കൊൽക്കത്ത എന്നിവയിൽ അറിയുന്നത് പോലെ അല്ലെ. ഇനിയിപ്പോ ഒരു ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ നല്ലൊരു സമ്മാനം. പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടോ ഇവരെ ഏറ്റവും വലിയ ആ ഒരു സമ്മാനം കൊണ്ടുപോകുമെന്നാണ് പ്രേക്ഷകരായ ആളുകൾ പറയുന്നത്. ആ ഒരു ഉത്തരം നിങ്ങൾക്ക് പറയുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ആ സമ്മാന ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആ ഒരു ചോദ്യം ഇതാണ്: ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരമുണ്ട്. റിക്ഷാ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ആ നഗരം ഏതാണ് എന്നാണ് നിങ്ങളോടുള്ള ആ സമ്മാനത്തിന് വേണ്ടിയുള്ള ആ ചോദ്യം. കൂടുതൽ ഓട്ടോറിക്ഷകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആ നഗരത്തിലാണ്. അതുകൊണ്ടാണ് റിക്ഷ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത്.
ഇന്ത്യ കൽക്കത്തയാണ്. ക്യാപിറ്റൽ എന്ന് അറിയുന്നത് ഡൽഹി. ഡൽഹി ഉറപ്പിക്കാം. ഡൽഹി എന്ന് പറയുന്ന ഉത്തരം ശരിയാണെങ്കിൽ വലിയൊരു സമ്മാനം തന്നെയാണ്. നേരത്തെ നിങ്ങളുടെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സമ്മാനം നിങ്ങൾ രണ്ടുപേരെയും കാത്തിരിക്കുകയാണ്. പക്ഷെ ഡൽഹി എന്ന് പറഞ്ഞ ഉത്തരം ഞാൻ ഉറപ്പിക്കട്ടെ? ഉറപ്പിക്കാം. കണ്ണൂർ ജില്ലയിലെ ഈ കുടിക്കുമട്ട എന്ന് പറയുന്ന ഈ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളെ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറുതായ ആളുകളൊന്നും തന്നെയല്ല. വളരെ ഒരു സംശയവും ഇല്ലാതെ തന്നെ ആദ്യത്തെ എന്റെ ചോദ്യത്തിന് ബജാജ് കമ്പനി എന്ന് ഉത്തരം പറയുകയും രണ്ടാമത്തെ ചോദ്യത്തിന് ബോംബെ എന്ന് ഉത്തരം പറയുകയും ചെയ്തു. പക്ഷെങ്കിലും മൂന്നാമത്തെ എന്റെ ചോദ്യം ഇതായിരുന്നു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരിക്കുന്ന നഗരം ഏതായിരുന്നു എന്നായിരുന്നു എന്റെ ചോദ്യം. പക്ഷെ നിർഭാഗ്യവശാല് അവര് ഡൽഹിയാണ് ഉത്തരം പറഞ്ഞത്. റിക്ഷ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് പറയപ്പെടുന്നത് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയാണ്. ധാക്ക അറിയാം. അപ്പോ സാരമില്ല. ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ വിജ്ഞാന യാത്രി ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിൽ. ഞങ്ങളുടെ ഈ സ്നേഹാന്വേഷണങ്ങള് ലോകം മുഴുവൻ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകരോട് ഈ വിജ്ഞാന യാത്രയെ കുറിച്ച് മകേഷേട്ട അല്ലെങ്കിൽ രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളതെന്ന് പ്രേക്ഷകരോട് പറയാൻ പറ്റും? നല്ലൊരു പരിപാടിയാണ്. എല്ലാവരിലും ഈ ആശയം എത്തിക്കാന്നുള്ളത് നല്ലൊരു ഇതായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, താങ്ക് യു മകേഷേട്ട. നല്ല തന്നെ. സ്പോർട് മീഡിയ ചാനലിന്റെ സ്പോർട് കിസിന്റെ ഈ ദിവസത്തെ വൈജ്ഞാനിക പോരാട്ടം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ നല്ല ചോദ്യങ്ങളും വാശിയേറിയ മത്സരാർത്ഥികളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് ബൈ ഫ്രോം പി വി പ്രശാന്ത്.